നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസ് ബന്ദികളെ പാർപ്പിച്ചിരുന്നത് എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഗാസയെ പഴയപടി പുനർനിർമ്മിക്കാൻ 40 വർഷമെങ്കിലും എടുക്കും എന്ന് പറയുന്നു. ഇതിനായി $80 ബില്യൺ അല്ലെങ്കിൽ 6.9 ലക്ഷം കോടി രൂപയാണ് വേണ്ടിവരുന്നത്. ആരോഗ്യരംഗം പുനരുദ്ധരിക്കുകയാണ് ആദ്യപടി. വീടുകളും കെട്ടിടങ്ങളും എല്ലാം തകർന്ന അവസ്ഥയിലാണ്. ശുദ്ധജലമോ വൈദ്യുതിയോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെയില്ല. ആശുപത്രികളും സ്കൂളുകളുമെല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു. ആദ്യ പകുതിയിൽ തന്നെ $18.5 ബില്യൺ നഷ്ടം കണക്കാക്കിയിട്ടുമുണ്ട്. കുറഞ്ഞത് 2,40,50,000 വീടുകൾ തകർന്നടിഞ്ഞു. ഏകദേശം 50 ദശലക്ഷം ടണ്ണിലധികം അവശിഷ്ടങ്ങൾ ഗാസയിലുണ്ട്. ബോംബുകളും ആയുധങ്ങളും മനുഷ്യ ശരീരവുമെല്ലാം തന്നെ ഇത്തരം മാലിന്യങ്ങളിൽ ഉൾപ്പെടുന്നുമുണ്ട്. യുദ്ധാനന്തരം ഗാസ ആര് ഭരിക്കും എന്നാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. ഇതിനും ഒരു കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. ഇതേസമയം നിയന്ത്രണം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കാൻ ഹമാസ് ഗാസയിലെ തുരങ്കങ്ങളിൽ നിന്നും അവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും പുതിയ തലവേദനയായി സൃഷ്ടിക്കുന്നത്. കാരണം ഹമാസിന്റെ അടിവേര അറക്കും വരെ ഗാസയിൽ യുദ്ധം തുടരുമെന്ന് നെതന്യാഹു അസന്ദിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിനിടയിലാണ് ബന്ദിമോചന കരാറുകൾ നിലവിൽ വരുന്നതും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതും. ട്രംപ് ജനുവരി 20 ഇന്ന് അധികാരത്തിൽ ഏൽക്കുന്നതിന് മുൻപ് തന്നെ ബന്ദിമോചനം സാധ്യമാകണം എന്ന ഒരു അവസാന ഡെഡ് ലൈൻ ട്രംപ് വെച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഇപ്പോൾ ചർച്ചകളെല്ലാം നടന്നത്. അതനുസരിച്ച് ബന്ദിമോചനം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു. 3 ബന്ദികൾ പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നു. IDF നിന്ന് ഹമാസിന് നിരവധി പ്രഹരങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയും വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം തന്നെ ആ സമയങ്ങളിലെല്ലാം തന്നെ ഹമാസ് പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് വിഷ്വലുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരുവിലേക്ക് മടങ്ങാനും തങ്ങളുടെ സാന്നിധ്യം കാണിക്കാനും ട്രക്കുകളും വാനുകളും സജ്ജമായി നിലനിർത്തിയിരിക്കുകയാണ് ഹമാസ് ഇപ്പോൾ. ഗാസയിൽ നിന്നുള്ളതാണെന്ന് കരുതപ്പെടുന്ന വീഡിയോകൾ വെളുത്ത പിക്കപ്പ് ട്രക്കുകളിൽ സംഘം ചുറ്റി സഞ്ചരിക്കുന്നതാണ് കാണിക്കുന്നത്. ആയുധധാരികളുടെ വലിയ സംഘങ്ങൾ തന്നെ ജനക്കൂട്ടത്തിന് നേരെ കൈകാണിക്കുന്നതും തെരുവുകളിലൂടെ പരേഡ് നടത്തുന്ന വാഹനങ്ങളിൽ നിൽക്കുകയും ഇരിക്കുകയുമെല്ലാം ചെയ്യുന്നതായുള്ള വീഡിയോകളും ഇപ്പോൾ പുറത്തു വരുന്നു. ഭീകര സംഘടനയുടെ വിഭാഗമായ ഹമാസ് വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഗാസയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സമൂഹവുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രൂപ്പുകൾ ഹമാസിനോടും അതിന്റെ പോലീസിനോടും ചേർന്ന് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നതും ഉണ്ടാക്കുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ്. ബന്ദികൾക്ക് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും സഹായം ഉണ്ട് എന്നുകൂടി ഇപ്പോൾ പുറത്തു വരുന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത. കാരണം ബന്ദിമോചന ചർച്ചകൾക്ക് ഏറ്റവും അധികം ചുക്കാൻ പിടിച്ചത് തന്നെ ഖത്തറാണ്. പക്ഷേ അതിന്റെ ഒപ്പം തന്നെ വരുന്ന ഈ വാർത്തയാണ് ബന്ദികൾക്ക് ഖത്തറിന്റെ സഹായം കൂടി ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ശരിക്കും ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ മൊസാദ് ഉൾപ്പെടെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ബന്ദികളെ പാർപ്പിക്കാൻ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഒത്താശ ഉണ്ടെങ്കിൽ അമേരിക്കയും ഇസ്രയേലും ഇനി വെറുതെ ഇരിക്കില്ല എന്നതും മറ്റൊരു കാര്യം. വെള്ളിയാഴ്ച 6 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇസ്രയേലിന്റെ പൂർണ്ണ മന്ത്രിസഭ ഹമാസുമായുള്ള കരാറിന് അന്തിമ അംഗീകാരം നൽകുന്നത്. നേരത്തെ സുരക്ഷാ ക്യാബിനറ്റും അനുമതി നൽകിയിരുന്നു. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന് പിന്നാലെ നെതന്യാഹു സർക്കാരിലെ സഖ്യകക്ഷിയായ ഒട്സമ യഹൂദിറ്റ് എന്ന പാർട്ടി ഭരണസഖ്യം വിട്ടിട്ടുണ്ട്. നെതന്യാഹു മന്ത്രിസഭയിൽ നിന്ന് ഇവരുടെ 3 മന്ത്രിമാരും രാജിവെച്ചു. ഇതേസമയം തെക്കൻ നഗരമായ ഖാൻ യൂനൂസിൽ 100 കണക്കിന് ആളുകൾ താളമേളങ്ങളോടെ പലസ്തീൻ പതാകകൾ വീശിയും മുദ്രാവാക്യം വിളികളുമായി ഒത്തുകൂടിയിട്ടുണ്ട്. 3 ഘട്ടമായി വിഭാവനം ചെയ്യുന്ന കരാറിന്റെ ആദ്യഘട്ടം 42 ദിവസമാണ്. ഈ കാലയളവിൽ 33 ബന്ദികളെ ഹമാസ് വിട്ടയക്കും. പകരം 1900 പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കും. ഇതാണ് കരാർ. ഇസ്രയേലിന്റെ തടവിലുള്ള എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും ആദ്യഘട്ടത്തിൽ വിട്ടയക്കുന്നു. അടിയന്തര സഹായവുമായി 4000 ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിക്കാനായി തയ്യാറായിട്ടുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയായ UNRWA അറിയിക്കുകയും ചെയ്തു. 2023 ഒക്ടോബർ 7 മുതൽ ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് 46,913 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,10,750 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ ഇസ്രയേൽ 1139 പേരെയെങ്കിലും കൊല്ലപ്പെടുകയും 200-ലധികം പേർ ബന്ദികളാവുകയും ചെയ്തിരുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ ഹമാസ് സായുധ സംഘത്തിന്റെ ആക്രമണം. ലക്ഷ്യം പട്ടാളക്കാർ മാത്രമായിരുന്നില്ല, അവധി ദിവസം ആഘോഷിക്കുകയായിരുന്നവരെ വരെ ഹമാസ് നിർദ്ദയം കൊന്നൊടുക്കിയിട്ടുണ്ട്. 1200-ലധികം ഇസ്രയേലികളാണ് കൊല്ലപ്പെട്ടത്. 250-ലേറെ പേർ ബന്ദികളാക്കപ്പെട്ടു. ചരിത്രത്തിലെങ്ങും ഇസ്രയേൽ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധി ഘട്ടമായിരുന്നു അത്. പേരുകേട്ട പ്രതിരോധ സംവിധാനം പോലും
നിഷ്ഫലമായ മണിക്കൂറുകളാണ് പിന്നെ കാണുന്നത്. ആദ്യം പകച്ചുവെങ്കിലും ഇസ്രയേൽ പ്രത്യാക്രമണം തുടങ്ങുന്നു. ഗാസ സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ സാധാരണക്കാരോട് നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നതും നമ്മൾ കണ്ടറിഞ്ഞതാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങളുടേതാണ്. ലക്ഷ്യം ഹമാസിന്റെ ഒളിത്താവളങ്ങളായിരുന്നുവെങ്കിലും കൊല്ലപ്പെട്ടവരിലധികവും സാധാരണക്കാരായിരുന്നു. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയിൽ അടക്കം ആക്രമണം ഉണ്ടായിരുന്നു. നവംബർ 21-ന് 7 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായി. ബന്ദികളെ പരസ്പരം കൈമാറി. പക്ഷേ ഡിസംബർ 1 മുതൽ ആക്രമണം പൂർവാധികം ശക്തമായി വീണ്ടും തുടർന്നു. തെക്കൻ ഗാസയിൽ കരയുദ്ധവും ഇസ്രയേൽ തുടങ്ങി. ജനുവരി 1-ന് വടക്കൻ ഗാസയിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ചുവെങ്കിലും ആക്രമണം തുടരുകയായിരുന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇടപെട്ടുവെങ്കിലും അതുകൊണ്ടൊന്നും തന്നെ കാര്യമുണ്ടായില്ല. ഏപ്രിൽ 1-ന് ഡമാസ്കസിലെ ഇറാൻ എംബസിയും ഇസ്രയേൽ ആക്രമിച്ചു. ഉന്നത സൈനിക ഉദ്യോഗസ്ഥനടക്കമുള്ളവർ കൊല്ലപ്പെട്ടു. 300ഓളം മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിലേക്ക് അയച്ചാണ് ഇറാന്റെ മറുപടി. പ്രതീക്ഷിച്ച പോലെ അതിർത്തിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രയേൽ റഫ ആക്രമിച്ചു. ലോകമെങ്ങുനിന്നും പ്രതിഷേധമുയർന്നു. ഗാസയുടെ പട്ടിണിയും വിശപ്പും ചർച്ചയായി. ജൂലൈ മാസത്തിന്റെ തുടക്കത്തോടെ ഖാൻ യൂനുസിൽ നിന്നും റഫയിൽ നിന്നും ഇസ്രയേൽ പിന്മാറ്റം തുടങ്ങി. പക്ഷേ ജൂലൈ 27-ന് ഗോലാൻ കുന്നുകളിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ 12 കുട്ടികൾ കൊല്ലപ്പെട്ടു. 4-ാം ദിവസം ഹമാസിന്റെ തലച്ചോറായിരുന്ന ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത മണിക്കൂറുകൾക്കകമുള്ള ആക്രമണം ഇറാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. സെപ്റ്റംബർ 17-ന് ആശയവിനിമയത്തിന് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചാണ് ഹിസ്ബുള്ളയ്ക്ക് ഇസ്രയേലിന്റെ മറുപടി ഉണ്ടായത്. സെപ്റ്റംബർ 28-ന് ബെയ്റൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടു. ഒക്ടോബർ 16-ന് ഹമാസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു യഹ്യ സിൻവാറിന്റെ മരണം. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരനും സിൻവാർ ആയിരുന്നു. ഇതോടെ ഹമാസിന്റെ ഉന്നത നേതൃനിരയെ അപ്പാടെ ഇസ്രയേൽ ഇല്ലാതാക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. നവംബർ 21-ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ചു. നവംബർ 27-ന് ഇസ്രയേലും ഹിസ്ബുള്ളയും വെടിനിർത്തൽ കരാറിലെത്തുന്നു. അന്ന് തന്നെ സിറിയയിലെ ബഷാർ അൽ അസദ് ഭരണകൂടത്തെ വിമതർ അട്ടിമറിച്ചു. ഡിസംബറിന്റെ തുടക്കം സമാധാന ശ്രമങ്ങളുടേതായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ ചർച്ചകൾക്ക് ശ്രമിച്ചു. ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് നിയുക്ത പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു. ഇതിനിടയിലെല്ലാം ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. 46,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 1,00,000-ലധികം പേർക്ക് പരിക്കേറ്റു. പക്ഷേ ചർച്ചകൾ തുടർന്നുകൊണ്ടിരുന്നു. കൂടുതൽ മധ്യസ്ഥന്മാരുണ്ടായി. ഒടുവിൽ ജനുവരി 15-ന് 15 മാസങ്ങൾക്കിപ്പുറം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് അംഗീകാരം ലഭിച്ചു. ഇപ്പോൾ കരാർ പ്രാബല്യത്തിലും വന്നിട്ടുണ്ട്. ബന്ദിമോചനവും തുടങ്ങി. പക്ഷേ ആശങ്കകൾ വിട്ടൊഴിയുന്നില്ല. ഹമാസ് തീവ്രവാദത്തിന്റെ വേരുകൾ അറുത്തുമാറ്റാൻ ഇനിയും ബഹുദൂരം മുന്നോട്ടു പോകേണ്ടതുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.